ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ്. നമസ്കാരം കൂട്ടുകാരെ. അപ്പോ നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരുക്കിയ പഞ്ചാര മിഠായി എന്ന സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ ഈ ബാലസംഘ കൂട്ടുകാര് ഇതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. അപ്പൊ ആദ്യം തന്നെ ബാലസംഘത്തെ കുറിച്ച് പറഞ്ഞോളട്ടെ. ബാലസംഘം എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സമാന്തര വിദ്യാഭ്യാസ സംഘടനയാണ്. അത്തരം ഒരു സംഘടനയിൽ നിന്നും നമ്മുടെ കുട്ടികൾ ഇത്രയും വലിയൊരു സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് എത്തിയെന്നുള്ളത് ബാലസംഘത്തിലൂടെ വളർന്നു വന്ന എനിക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ അഭിമാനമുള്ള ഒന്നാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് ഫിലിം ലാബിന്റെ ബാനറിൽ ഫാറൂഖ് മുല്ലപ്പൂ കഥയും തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി ബാലസംഘം പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ച് ജാഫർ കുറ്റിപ്പുറം സംവിധാനം നിർവഹിച്ച കുട്ടികളുടെ സിനിമയാണ് പഞ്ചാര മിഠായി. പോത്തന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 65ഓളം കുട്ടികളും കൂടാതെ മലയാള സിനിമ സീരിയൽ രംഗത്തെ ഒരു പിടി അഭിനേതാക്കളുമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇനി ഞാൻ എനിക്ക് ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ വിഷ്ണു ബാലസംഘം എടപ്പാൾ ഏരിയ പ്രസിഡന്റ് ആണ്. ആമുഖം അവതരിപ്പിക്കുന്നത് സി വിജയകുമാർ, ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. പിന്നെ ഇവിടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണീയായ നമ്മുടെ ബീന ആർ ചന്ദ്രൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കും ഈ വർഷത്തെ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്. തടവ് എന്ന സിനിമയിലെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ശ്രീമതി ബീന ആർ ചന്ദ്രൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. പിന്നെ വേദിയിലിരിക്കുന്ന സി പി നസീറ, അതിനു മുമ്പ് നമ്മുടെ ബാലസംഘം സംസ്ഥാന കൺവീനർ ടി കെ നാരായണദാസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ രജിത് കുമാർ, ബിഗ് ബോസ് ഫെയിമും അതുപോലെ തന്നെ ഒട്ടനവധി ചലച്ചിത്രത്തിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. രജിത് കുമാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ വേദിയിലിരിക്കുന്ന സി പി നസീറ, തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സി വി സുബൈദ ടീച്ചർ, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മിശ്രി ഷഹീർ കെ പി, ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കെല്ലാം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിസിരിയ ഷൈഫുദ്ദീൻ, നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ടി വി ശിവദാസ്, തവനൂര് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ പി വിജയേട്ടൻ, വിമൽ തവനൂർ, ഇവരെ എല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പങ്കാളികളായ കൂട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായ മോഹൻദാസ് ഏട്ടനെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇനി അധ്യക്ഷ പ്രസംഗം കൈവരിക്കാനായി ഞാൻ വിഷ്ണു കൂട്ടുകാരെ, അപ്പൊ നമ്മളെ പഞ്ചാര മിഠായിയുടെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് സി വിജയകുമാർ മാഷിനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയപ്പെട്ട ബാലസംഘം കൂട്ടുകാരെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ വേദി നിൽക്കുന്നത്. ബാലസംഘത്തെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ബദൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുടനീളം വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ കേരളീയ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബാലസംഘം. വേനൽ തുമ്പി കലാജാഥ
വേനൽത്തുമ്പികൾ എന്ന ഒറ്റ കലാജാത കൊണ്ട് തന്നെ കേരളം മുഴുവൻ ബാലസംഘത്തെ സ്നേഹിക്കുകയും ആ വേനൽത്തുമ്പികളിലൂടെ കലാകാരന്മാരായി വന്നവരും വേനൽത്തുമ്പികളിൽ ഭാഗമായവരും എല്ലാ അവധിക്കാലങ്ങളിൽ പോലും വേനൽത്തുമ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. ആ ബാലസംഘത്തിന്റെ എടപ്പാൾ ഏരിയയിലെ പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് ഒരു യൂണിറ്റ് കമ്മിറ്റി അത്ഭുതകരമായ രീതിയിൽ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുകയാണ്. ആ സിനിമയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നത് ബാലസംഘത്തിന് കേരളത്തിലുടനീളം അഭിമാനിക്കാവുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പോത്തന്നൂർ ഈസ്റ്റ് ഈ സിനിമയ്ക്ക് ഒരു പിന്നാമ്പുറ കഥ കൂടി. പോത്തന്നൂർ ഈസ്റ്റിൽ ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരു കൂട്ടുകാരൻ ഏറെ സംഘർഷങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആ കൂട്ടുകാരനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ടി വരും. ആ ഒരു രംഗം പോത്തന്നൂർ ഈസ്റ്റിലെ ബാലസംഘ കൂട്ടുകാർക്ക് അവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിന് എല്ലാം തന്നെ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി. അവിടുത്തെ ജനപ്രതിനിധികൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗൗരവമായി ഇടപെടണം എന്നാലോചിച്ചു. അവൾ അന്വേഷിച്ചപ്പോ എല്ലാ ആധുനിക ലഹരി മരുന്നുകളും ഈ പ്രദേശങ്ങളിൽ കിട്ടുന്നു എന്നവർക്ക് ബോധ്യമാവുകയാണ്. അതിനെ തുടർന്നാണ് ബാലസംഘ യൂണിറ്റ് വീണ്ടും ശക്തിപ്പെടുത്തുകയും ആ യൂണിറ്റ് നേതൃത്വത്തിൽ ഒരു സിനിമ നിർമ്മിക്കുന്നതിന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ചപ്പോ ആദ്യം കാണുന്നത് ജാഫർ കുറ്റിപ്പുറത്തിനെയാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തോടാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. മറ്റു ഷോർട്ട് ഫിലിമുകളിലൂടെ സിനിമകളിലൂടെ കേരളത്തിൽ അറിയപ്പെട്ട സംവിധായകനാണ് ജാഫർ കുറ്റിപ്പുറം. ആ സിനിമ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തിരക്കഥ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. കഥയും തിരക്കഥയും തയ്യാറാക്കുന്നു. ഫാറൂഖ് മുല്ലപ്പൂ കഥയും തിരക്കഥയും തയ്യാറാക്കി ആ സിനിമ ആരംഭിക്കുക. ആദ്യം നടക്കുന്ന ഒരു കുട്ടികളുടെ അഭിനയ കളരിയാണ്. ആ അഭിനയ കളരിയിലൂടെയാണ് ആദ്യം ബാലസംഘ പ്രവർത്തനം ആരംഭിക്കുന്നത്, സിനിമ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ അഭിനയ കളരിയിൽ പോത്തന്നൂർ ഈസ്റ്റിലെ മുഴുവൻ കുട്ടികളും, ബാലസംഘം മാത്രമല്ല ആ പ്രദേശത്തെ മുഴുവൻ കുട്ടികളും അതിൽ പങ്കാളികളായി. കുട്ടികൾ മാത്രമല്ല, ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും മുഴുവൻ ജനങ്ങളും ആ സിനിമയുടെ ഭാഗമാകാൻ തുടങ്ങി. എല്ലാവരും അഭിനയിക്കുന്നു. ആ നാട്ടുകാർ മുഴുവൻ അതിൽ പങ്കാളികളാണ്. അങ്ങനെ ഒരു വലിയ ചരിത്രമാകുന്ന ഒരു സിനിമയ്ക്ക് നേതൃത്വം കൊടുക്കുക. അപ്പൊ ലഹരിക്കെതിരെ ബാലസംഘത്തിന്റെ കരുത്തുറ്റ ഒരു ചലച്ചിത്രമാണ് പുറത്തു വരുന്നത്. ജാഫർ കുറ്റിപ്പുറം സംവിധാനവും ഫാറൂഖ് മുല്ലപ്പൂ രചനയും നിർവഹിച്ച ഈ സിനിമ പോത്തന്നൂർ ഈസ്റ്റിലെ എടപ്പാൾ ഏരിയയിലെ ബാലസംഘത്തിന്റെ ഏറ്റവും കരുത്തുറ്റ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ ഏവർക്കും മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നമ്മുടെ വേദിയിൽ വിശിഷ്ടരുണ്ട്, അവർ നമ്മൾ സംസാരിക്കും. കുറഞ്ഞ വാക്കുകൾ എല്ലാവരും തന്നെ നമ്മളോട് ആശംസ അറിയിച്ച് സംസാരിക്കും. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹാന്വേഷണം അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന വേണ്ടിയിട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായിട്ടുള്ള ബീന ചന്ദ്രൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സ് തുള്ളിച്ചാടുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പറയുന്നത്. കാരണം ഈ ബാലസംഘത്തിലൂടെ ഇവിടെ എത്തിയ ആളാണ് ഞാൻ. എന്താണ് എൻ്റെ ഉള്ളിലെ വികാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അഭിമാനമോ സന്തോഷമോ എന്താണെന്നൊന്നും പറയാൻ അറിയില്ല. കാരണം വേനൽ തുമ്പി എന്ന് പറയുന്നതിന് മുൻപേ കളിവണ്ടിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ കളിവണ്ടിയിൽ ഒരുമിച്ചുണ്ടായിരുന്ന നാരായണദാസേട്ടൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോവുക ചെയ്യാം.
പിന്നെ അത് വേനൽ തുമ്പിയായി മാറിയപ്പോഴേക്കും ഞാൻ കോളേജ് പഠനമൊക്കെ ആയ കാരണം കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. എന്നാലും ആ വേനൽ അവധിക്കാലത്ത് അവരുടെ കൂടെയൊക്കെ നടക്കും. പിന്നെ സംസ്ഥാന പരിശീലകയായിട്ട് 10 ദിവസം കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാടകത്തിന്റെ വഴികളിലൂടെ ഞാനിങ്ങനെ സ്ക്രീനിലെത്തി, ഒട്ടും വിചാരിച്ചിട്ടില്ല. അങ്ങനെ മണികണ്ഠൻ പട്ടാമ്പി, സുദേവൻ പെരിങ്ങോട്, MG ശശി, അവസാനം ഫാസിൽ റസാഖിന്റെ സംവിധായകന്റെ അടുത്താണ് ഞാൻ എത്തിപ്പെട്ടത്. അവിചാരിതമായി തടവ് എന്ന സിനിമയ്ക്ക് മികച്ച അഭിനേത്രിക്കുള്ള ഒരു അവാർഡും ലഭിച്ചു. എന്റെ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ജീവിതം വളരെ വ്യത്യസ്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഒട്ടും താല്പര്യമില്ലാത്ത മേഖലകളിലൂടെ അങ്ങനെ പോവുകയാണ്. ഞാനും എൻ്റെ കുട്ടികളും നാടകവും, ഞങ്ങൾ തിയേറ്ററൊക്കെ സ്കൂളിലെ പാഠഭാഗങ്ങളെ നാടകമാക്കി കളിച്ചൊക്കെ നല്ല രസമായിട്ട് പോകുന്ന സമയത്താണ് ഈ അവാർഡ് പ്രഖ്യാപനം. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നാടകമാണ് എന്നെ സിനിമയിൽ എത്തിച്ചത്. ഈ സിനിമയിലെ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് നാടകത്തിന് വേദികൾ കിട്ടും. അപ്പൊ സിനിമ നാടകത്തിന് വേദിയാവുകയാണ്, അതും ഒരുപാട് സന്തോഷം. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ആളുകളുടെ കൂടെ ഞാൻ വല്ലാത്ത അത്ഭുതത്തോടു കൂടി നോക്കി കാണണം. അപ്പോൾ ഞങ്ങളുടെ തടവ് എന്ന സിനിമ, നമ്മുടെ കേട്ടോ, ഞങ്ങളുടെ എന്ന് പറയാൻ പാടില്ല, നമ്മുടെ തടവ് എന്ന സിനിമ ഒരു നാട്ടിൽ നിന്നുണ്ടായതാണ്. ഒരു താരമൂല്യവും ഇല്ലാത്ത സിനിമയാണ് തടവ്. ഫാസിൽ റസാഖ് 2 ഷോർട്ട് ഫിലിമുകൾ നമ്മുടെ പരുതൂർ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് സംവിധാനം ചെയ്തത്. അതിന് മികച്ച അംഗീകാരങ്ങൾ ലഭിക്കേണ്ടായി. ഞങ്ങളുടെ നാട്, നമ്മുടെ പരുതൂർ നാട് ഫാസിൽ റസാഖിന് കൊടുത്ത സപ്പോർട്ടാണ് ഈ ഒരു തടവ് എന്ന സിനിമ ആ നാട്ടിൽ വന്നെടുക്കാനുള്ള ആത്മവിശ്വാസം കൊടുത്തത്. എന്നെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് നിയമിച്ചു. 40ഓളം ആക്ടേഴ്സിനെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. എനിക്കൊരു വിഷമം ഉണ്ടായി. അപ്പോ സിനിമാ രംഗത്തുള്ള പലരും ചോദിച്ചിരുന്നു കാസ്റ്റിംഗ് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരായിരുന്നു. കാരണം ബാലസംഘത്തിന്റെ ഒരു അടിത്തറ തന്നെ അവിടെ ഉണ്ട്. അപ്പോ ഇഷ്ടംപോലെ കുട്ടികള്, മുതിർന്നവരായിട്ട് എല്ലാവരും, എന്റെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, എന്റെ ശിഷ്യഗണങ്ങള്, ഇവരെല്ലാവരും കൂടിയിട്ടാണ്, നാട്ടുകാർ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ സിനിമയുടെ ഭാഗമായത്. അതുകൊണ്ട് തടവ് എന്ന സിനിമ ഒരു നാടിന്റെ, പരുതൂരിന്റെ സിനിമയായിട്ട് മാറി. അതേപോലെ ഈ ബാലസംഘത്തിൽ നിന്ന് ഈ ഒരു സിനിമ 40 മിനിറ്റാണെന്ന് ഞാൻ അറിഞ്ഞു. 40 മിനിറ്റുള്ള ഒരു സിനിമ, ഒരു ജനകീയമായൊരു സിനിമ ഉണ്ടായി വരിക എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ തടവിന്റെ അതേപോലെ ചേർത്ത് വയ്ക്കുന്നു ഹൃദയത്തോടുകൂടി. ഒരുപാട് സന്തോഷം. എന്തായാലും ഇത് കുറെ ആളുകളിലേക്ക് എത്തട്ടെ. ഞാൻ എന്താ പറയാ, ജാഫർ കുറ്റിപ്പുറം, ഫാറൂഖ് മുല്ലപ്പൂ, ഈ 2 പേരുടെയും അതുപോലെ അവരുടെ കൂടെയുള്ള ക്രൂവിന്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് കുറെ കുട്ടികൾ അല്ലെ. അപ്പോ ഇവരുടെ പ്രതീക്ഷയാണ് ഈ ഒരു സിനിമ എടുക്കുമ്പോൾ, അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പൊ ഒരുപാട് പ്രേക്ഷകരിലേക്ക് ഇത് എത്തട്ടെ, അവരെല്ലാവരും ഇത് വേണ്ടവോളം ആസ്വദിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ച പഞ്ചാര മിഠായി എല്ലാവർക്കും തുണയാൻ കഴിയട്ടെ. ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കൂട്ടുകാരെ, സമയത്തിന്റെ ചെറിയൊരു പരിധി കാരണം നമ്മൾ 2 ആൾക്കാരെ ആശംസ പറയാണ്ട് വെയിറ്റ് ചെയ്യണം. ബാലസംഘത്തിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള CK നാരായണദാസ് മാമന് സംസാരിക്കും വേണ്ടി ബാലസംഘത്തിൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞു അങ്ങേയറ്റം സന്ദർഭത്തിൻ്റെ പൊടിമുടി കയറിയ പോയി. അത്തരമൊരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പോത്തന്നൂർ യൂണിറ്റിലെ കുട്ടികൾ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നു. അതിനവരെ സഹായിച്ചവരും പിന്തുണച്ചവരും അവരുടെ എല്ലാം ബാലസംഘം തമ്മിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല സന്ദേശമുള്ള സിനിമയാണ്. ആ സിനിമ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു ബാലസംഘത്തിന് എന്നത് ബാലസംഘം സർഗാത്മക പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു വയ്ക്കാവുന്ന ഒരു രത്നം തന്നെയാണ്. പോത്തന്നൂർ യൂണിറ്റിലെ കൂട്ടുകാരെയും അവരെ സഹായിച്ചവരെയെല്ലാം ബാലസംഘ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി
അടുത്തതായിട്ട് നമ്മൾ ഈ തിയേറ്റർ ഒരുക്കി തന്ന രജിത്ത്. അടുത്തായിട്ട് നമുക്ക് ഈ തിയേറ്റർ തന്നിട്ടുള്ള അജിത്തേട്ടന് സ്നേഹോപചാരം കൊടുക്കാൻ വേണ്ടിയിട്ട് രജിത് മാഷിനെ തിരിച്ചു. സുഹൃത്തുക്കളെ, ഞങ്ങളൊരു സിനിമയുമായി ആവശ്യപ്പെട്ട് വന്നപ്പോൾ അതിനുവേണ്ടി എല്ലാ സഹായവും ഒരുക്കി തന്ന് ഞങ്ങൾക്ക് 2 ഹോൾ അനുവദിച്ചു തന്ന മനുഷ്യനാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിശാല മനസ്കരെ ഒരു നല്ല കൈകൾ കൊടുത്ത് നിങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അടുത്തതായി പഞ്ചാരമുട്ടായി ടീമിന് സ്നേഹോപചാരം കൊടുക്കാൻ വേണ്ടി പോത്തന്നൂരിലെ ബാലസംഘം കൂട്ടുകാർ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി സിനിമാ പ്രദർശനമാണ്. നിലവിൽ സീറ്റില്ലാത്ത ആളുകൾ തൊട്ടടുത്ത സ്ക്രീനായ വീനസ് സ്ക്രീനിലേക്ക് ഇരിക്കണമെന്ന് അറിയിക്കണം. ഒരേ സമയത്ത് 2 സ്ക്രീനിൽ ഒരേ സമയത്ത് നമുക്ക് സിനിമ കാണാം. നിലവിൽ സീറ്റില്ലാത്ത ആളുകൾ തൊട്ടടുത്ത സ്ക്രീനായ വീനസിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. അതിനുശേഷം ഒരുമിച്ച് ഷോ തുടങ്ങാം. സുഹൃത്തുക്കളെ, നിശ്ചിത പേര് അപ്പുറത്തേക്ക് മാറിയിരുന്ന നിങ്ങൾ സുഖമായിട്ട് സിനിമ ആസ്വദിക്കാവുന്നതാണ്. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വരണം. നമ്മുടെ ഈ ഇതിന്റെ മൊത്തം ക്രൂസിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും സിനിമ കഴിഞ്ഞ ഉടനെ തിരിഞ്ഞു പോകരുത്. ഇതേ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അറിയിക്കുക. ലഭ്യമായ സീറ്റുകൾ ഇരുന്നുകൊണ്ട് സഹകരണം അറിയിക്കുകയാണ്. സീറ്റില്ലാത്ത ആളുകൾക്ക് വേണ്ടി തൊട്ടടുത്ത സ്ക്രീനിലാണ്. നാടകം ഓരോ ഇത്രയും ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അവിടെ പോവാം. നല്ല കൊമേഡിയാണ്. ഞാൻ ഇരിഞ്ഞാലെ കൂടെ കുട്ടികളും ഷോർട്ട് ഫിലിം ഉണ്ട് കഴിഞ്ഞ
ഇതിൽ ഏകദേശം 65ഓളം കുട്ടികളെ അഭിനയിച്ചിട്ടുണ്ട്. ആ മക്കളെ എല്ലാ മക്കളെയും കുറിച്ചിരിക്കുകയാണ്. ഓരോ കുട്ടികളുടെ പേര് വിളിക്കുന്നത് എല്ലാവരും വരുക. എല്ലാ കുട്ടികളും അഭിനയിച്ച എല്ലാ കുട്ടികളും അതിന്റെ പിന്നണിയിൽ പാട്ട് പാടി കുട്ടികളും ഒക്കെ എല്ലാവരും. ഇതിന്റെ സംഗീതം നിർവഹിച്ചത് സന്ദീപ് ചക്രവർത്തിയാണ്. സന്ദീപ് പിന്നെ മനോഹരമായി ക്യാമറ നിർമ്മിച്ചത് അശ്വഘോഷാണ്. അച്ചു, ഞങ്ങളുടെ അച്ചുവിടെ അശ്വഘോഷൻ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദന്റെ മകനാണ്. പ്രിയനന്ദന്റെ നിരവധി സിനിമകൾക്ക് ക്യാമറ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അശ്വഘോഷ്. അച്ചു ഇതിന്റെ ആർട്ട് നിയന്ത്രിച്ചത് സന്തോഷാണ്. സന്തോഷ് പ്ലീസ്. ഞങ്ങളുടെ സ്റ്റുഡിയോ ജോയിലാബിന്റെ അദ്ദേഹത്താണ് ഞങ്ങളുടെ മ്യൂസിക് ഞങ്ങളുടെ ഡബ്ബിംഗ് കൈകാര്യം ചെയ്തത്. ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തത് ട്യൂഷൻ കൂടുന്ന സിനിമയിൽ വെബ് സീരീസിന്റെ സംവിധായകനായ ഫാസിൽ മുഹമ്മദാണ്. ഫാസിൽ വരുന്നോ? ഫാസിൽ കൺട്രോൾ ചെയ്തത് പ്രിൻസാണ്. പ്രിൻസിന്റെ തന്നെ പ്ലീസ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കണ്ടുകൾ നൗഫൽ. കൂടാതെ അതിനുവേണ്ടി എല്ലാ അഹോരത്തും പണിയെടുത്ത 2-3 വ്യക്തികളുണ്ട്. ഒരുപാട് വ്യക്തികളുണ്ട്. ഇത് ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർ കൂടിയായ ദിനേഷ് ബാബു നല്ല കൈയ്യടിയെടുപ്പ്. ബ്ലോക്ക് മെമ്പറായ മെമ്പർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ആ പ്രദേശത്തിന്റെ ലെനിൻ. അതുപോലെ തന്നെ മറ്റൊരു ബ്ലോക്ക് മെമ്പർ ഉണ്ട് ഞങ്ങളുടെ ഹെഡ്മാഷ് അൽഫാനത്തിന്റെ അനീഷ്. അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റന്റ് അതിനുണ്ടോ?
അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ലെനിന്റെ വീട്ടില് ലത മല്ലിക ഇവിടെ ഉണ്ടോ? അവരുണ്ടെങ്കിൽ വരെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പാട്ട് പാടിയ പാർട്ടിയിലില്ല ദൈവാനന്ദ ഉണ്ടോ? ദൈവാനന്ദ പ്ലീസ് മൈത്രണ്ട അവരുണ്ടെങ്കിൽ വരണം. അതുപോലെ തന്നെ ഇതിന്റെ ഈ മനോഹരമായ കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കിയത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂ ക്ഷേത്രം മുല്ലപ്പൂ അങ്കിളാണ്. മുല്ലപ്പൂ അങ്കിളുടെ മുല്ലപ്പൂ പ്ലീസ് മുല്ലപ്പൂ ശ്രീമാണ് ഇതിന്റെ ഇതൊന്നല്ല. ഒരുപാട് കുട്ടികൾ ഇനി വരാത്തുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇതിന് സംവിധാനം നിർവഹിച്ചത് ഞാനാണ്. എന്റെ പേര് ജാഫർ മലപ്പുറം. ഇഷ്ടമായില്ലല്ലോ സിനിമ? ഓക്കെ. മലയാള മഷൂർ സിനിമയെ കുറിച്ച് 2 വാക്ക് മഷൂർ കണ്ടത്. അത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവരും കണ്ടല്ലോ സിനിമ. ബാലസംഘം കുട്ടികളുടെ ഈ സിനിമ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരു സന്ദേശം നൽകുന്നുണ്ട്. കുട്ടികളിങ്ങനെ സംഘടിപ്പിക്കുന്നത് ഒരുമിച്ച് കൂടുന്നതും വെറുതെയല്ല, ഈ നാട്ടിൽ ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ വേണ്ടി ഒരു സന്ദേശം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു സംരംഭമാണ്. ഇത്തരം സംരംഭങ്ങൾ ഇനിയും കൊണ്ടുവരാൻ തയ്യാറാവട്ടെ. ജാഫറിനെ പോലുള്ള ആളുകളുടെ എല്ലാ പിന്തുണയും സഹായം ഉണ്ടാവണം. ജാഫറിനും കുട്ടികൾക്ക് എല്ലാ പിന്തുണയും. ഡബിങ് ചെയ്ത റീഡ ഇവിടെ ഉണ്ടോ? റീഡ വിജി വിഷയത്തിലെ ഭാര്യയുടെ വിജയില്ല. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വിനോദാണ്. വിനോദ കുടുംബത്തെയും അതുപോലെ തന്നെ പട്ടകാരനായ അജീഷ് പ്രഭാതം ചെയ്യാനാണ്. നൗസൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കേക്ക് എത്തുകയാണ്. നിങ്ങളുടെ അജയേട്ടനോട് ഒരിക്കൽ കൂടി ഞാൻ അജയേട്ടനാണ് ഞങ്ങൾക്ക് കേക്ക് കൂടെ ഓഫർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കേക്ക് കൊടുക്കാം കേട്ടോ. കുറച്ച് ബാക്ക് കുറച്ച് ഈ സൈഡ് തള്ളരുത് പറഞ്ഞു വീടും മറിഞ്ഞൂടെ പോയി മാറി നിൽക്കും. എല്ലാരും ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കും. എല്ലാരും കാണട്ടെ. കേക്ക് കിട്ടിയില്ല.
ആ തിരക്കിൻ്റെ ഇടയ്ക്കാണ് പോയിക്കോ. വിളിച്ച് നിങ്ങളിതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏതാണ് വേഷം? എൻ്റെ പേര് ഷാനാണ്. മലപ്പുറമാണ് എൻ്റെ വീട്. ജാഫർഖാൻ്റെ പുതിയൊരു മൂവിയാണ് പഞ്ചാര മിഠായി. ഇതിൽ ഫാറൂഖാണ് സംവിധാനം ജാഫർ കുറ്റപ്പൂറാണ്. ഇത് നല്ലൊരു എന്താ പറയുക, കുട്ടികൾ എല്ലാവരും ഇത് കാണുന്ന മൂവി, നല്ലൊരു മൂവിയാണ്. അതുപോലെ ഈ കുട്ടികൾ വഴി തെറ്റുന്ന, അത് എങ്ങനെയാണോ കുട്ടികൾ വഴി തെറ്റുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിയാനുള്ള ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്. ഇത് കാണുമ്പോൾ അറിയാം ഓരോ രക്ഷിതാക്കളും കുട്ടികളെ വഴി തെറ്റരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് രക്ഷിതാക്കൾ ഉണ്ടാവുക. സിനിമ കണ്ടില്ലേ? മോശമുണ്ടോ നന്നായിണ്ടോ? പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. എങ്ങനെ നന്നായിരുന്നു? ഈ പഞ്ചാര മിഠായി എന്ന് പറയുമ്പോൾ അത് ശരിക്കും നുണഞ്ഞിറങ്ങിക്കൊണ്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ഞാൻ എന്താണ് കഴിക്കേണ്ടത്, ഞാൻ എന്താണ് കേൾക്കേണ്ടത്, ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളോട് ബോധ്യമുണ്ടാവും. അതിൻ്റെ മുന്നറിയിപ്പാണ് പഞ്ചാര മിഠായി. എല്ലാ നിലക്കും കുട്ടികൾ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. കുട്ടികൾ നന്നായിരുന്ന അപ്പുറം അതിൻ്റെ കൂട്ടായ്മക്കാണ് വലിയ മഹത്തായ പങ്ക്. പ്രമേയത്തിൻ്റെ പ്രസക്തിയല്ല, പ്രമേയത്തിന് പുതുമ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രമേയം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ നാടിൻ്റെ കാവലാകാനാണ് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ജാഫറിനും ഫാറൂഖ് മുല്ലപ്പിനും എല്ലാ അഭിനന്ദനവും കൂടെ നിന്ന ഭാഷകൾ കുട്ടികൾക്ക് ആർദ്രമായ അഭിനന്ദനം. സിനിമ കണ്ട എന്താ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം എന്താ? എന്തുകൊണ്ട് നന്നായിട്ടുണ്ട്? എങ്ങനെ നന്നായിരിക്കും സിനിമ? താങ്കളുടെ അഭിപ്രായം സിനിമ കണ്ടതിന് ശേഷം എന്താണിതിൽ സിനിമ നന്നായി എന്ന് പറയുന്നതിലുപരി എങ്ങനെ നന്നായി എന്നുള്ളതാണ്? ആദ്യം പറയേണ്ടത് യഥാർത്ഥത്തിൽ ജാഫർ കുറ്റിപ്പുറത്താണ്. കാരണം ജാഫർ കുറ്റിപ്പുറം ഇപ്പം ചീഫ് അസോസിയേറ്റ് ആയ സിനിമയിൽ ഞാൻ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഒരു ട്രൂത്ത് ക്യാരക്ടർ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം ഡയറക്ടറായിട്ടുള്ള സിനിമയാണ് എനിക്ക് ചെയ്യാൻ ബാക്കി കിട്ടിയില്ലെങ്കിൽ അതും കുറച്ച് നല്ലതായിരുന്നു. കാരണം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജാണ്. ഇക്കാലത്ത് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും വിഷ്വൽ മീഡിയ സിനിമയിലൂടെ ആകുമ്പോൾ അത് കുറേ കൂടുതൽ എഫക്റ്റീവായിട്ട് ആൾക്കാരിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളും പാരൻസും കടയിൽ പോയി മിഠായി വാങ്ങിക്കുമ്പോൾ രണ്ടു വട്ടം ശ്രദ്ധിക്കും, അല്ലേ? അതുകൊണ്ട് നല്ല മെസ്സേജാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അഭിനയിച്ചിട്ടുണ്ടോ? എന്തായിട്ട് അഭിനയിച്ചുള്ളത്? സ്റ്റുഡൻ്റ് ആയിട്ടല്ലേ? എന്താ ഈ സിനിമ കണ്ടതിന് ശേഷം എന്താ പറയുന്നത്? എങ്ങനെ അടിപൊളി? ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദത്തിൽ ശബ്ദം. സുഹൃത്തുക്കളെ, ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത 50ഓളം കുട്ടികൾ എൻ്റെ സിനിമയിൽ അഭിനയിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത പഞ്ചാരമിഠായി എന്ന സിനിമയുടെ നിറഞ്ഞ സദസ്സിൽ 2 ഷോ നടത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സിനിമ കണ്ടു, ആസ്വദിച്ചു, ഇഷ്ടമായി എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ബാലസംഘം പോലെയുള്ള ഒരു പുരോഗമന സ്വഭാവമുള്ള കുട്ടികളുടെ ഒരു സംഘടന അവരെ ഈ ഇത്രയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു, അതിലൂടെ ഇടപെട്ട് സംസാരിക്കുന്നു, പ്രവർത്തികൾ ചെയ്യുന്നത് കാണുന്നത് വളരെയധികം സന്തോഷം. എന്തായാലും ഞാൻ സിനിമ കാണുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞാനിവിടെ കണ്ടാ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ കുഴപ്പമില്ല? എന്തുകൊണ്ട് കുഴപ്പമില്ല? ഞങ്ങളൊക്കെ തന്നെ അതിന്റെ ആൾക്കാര്. നിങ്ങളൊക്കെ ഇത് കണ്ടു വന്നിരുന്നല്ലേ? സിനിമ കണ്ടു വരുന്നതല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ സൂപ്പറായി? എല്ലാ കുട്ടികളും ടീച്ചർമാരും മെമ്പർമാരെ നല്ല രീതിയിൽ അവർ ഇടപെട്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ ഉണ്ടോ? അവർ കണ്ട സിനിമ നിങ്ങൾക്ക് സിനിമ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ നിങ്ങളുടെ അഭിപ്രായം? സിനിമ കണ്ട ആർക്കെങ്കിലും അഭിപ്രായം പറയണം. എങ്ങനെ പൊളി? എങ്ങനെ എന്തുകൊണ്ട്? ഈ സിനിമ അഭിനയിച്ചില്ല? ഇതിൽ അഭിനയിച്ചില്ല? യെസ്. ഏതായിരുന്നു വേഷം? എങ്ങനെയുണ്ട്? സിനിമ കണ്ടപ്പോൾ നീ നന്നായി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വെരി ഗുഡ്. എൻ്റെ സ്ഥലം എവിടെ? സിനിമ ഉണ്ടോ? നീ സിനിമ ഉണ്ടോ? നീ ഏത് സിനിമ ഇപ്പം കണ്ട്? പഞ്ചാരമിഠായി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ രസമുണ്ടായിരുന്നു? തിന്നാൻ രസമുണ്ടായിരുന്നു എന്നല്ല, കാണാൻ രസമുണ്ടായിരുന്നോ? കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് എന്താ പറയാനുള്ളത്? കാണാൻ രസമുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്താ എനിക്ക് മനസ്സിലായത്? ലഹരി ഉപയോഗിക്കണതാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യുക? ടീച്ചറിനോട് പറയൂ.
വാരിയസ് ഞാൻ പറയാം താൻ സിനിമയിൽ അഭിനയിച്ചത് എന്താണ് അഭിനയിച്ചത് ഏതാണ് ആ ഭാഗം ഞാൻ ലഹരി കൊടുക്കുന്ന ഞാനിതിൽ ലഹരി കൊടുക്കുന്നതായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. സിനിമ കണ്ടതിന് ശേഷം എന്ത് തോന്നുന്നു? എല്ലാ നമ്മൾ സിനിമയുടെ ഫുൾ A to Z അണിയറ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പ്രേക്ഷകരാണ് എന്ത് ചെയ്യേണ്ടത്, സിനിമയെ കുറിച്ച് അഭിപ്രായം വേണ്ടത്. നമ്മൾ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ചെയ്തൊരു ചെറിയ കുട്ടികളുടെ ഒരു സിനിമയാണ് പഞ്ചാര മിഠായി. അപ്പോൾ കണ്ട് എല്ലാവരും നിറ മനസ്സോടെ കൈയടിച്ചത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും വന്ന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം. എൻ്റെ പേര് നൗഫൽ. സ്ഥലം ഞാൻ പോത്തന്നൂർ തന്നെയാണ്. ഇതിലത്തെ അഭിനേതാക്കളെല്ലാം പോത്തന്നൂരുള്ളതാണ്. ദേശത്തിൻ്റെ ഒരു സിനിമ. പോത്തന്നൂർ ദേശത്തിൻ്റെ സിനിമയാണ്. പോത്തന്നൂർക്കാർ നിർമ്മിച്ച, പോത്തന്നൂരത്തെ ബാലസംഘം യൂണിറ്റ് നിർമ്മിച്ച സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും ഡബ് ചെയ്തിട്ടുള്ളതും ഓൾ ആർട്ടിസ്റ്റും ഇതിൻ്റെ എല്ലാ മേഖലയിലും പോത്തന്നൂരാണ്. ഈ സിനിമയിലുള്ള എല്ലാ ലൊക്കേഷനും പോത്തന്നൂരാണ്. ഇത് ഒരു പോത്തന്നൂർക്കാരുടെ കൊച്ചു സിനിമ കൂടിയാണ്. ലഹരിക്കെതിരെ ആയിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണാം. വളരെ സന്തോഷം. ഓ, താങ്ക് യു.